ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ മനു അലീനയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. അലീനയോടുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടാണ് മനു പോകുന്നത് കേട്ടോ. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് മനു ആ ഇഷ്ടം തുറന്ന് പറഞ്ഞതിലൊക്കെ. അങ്ങനെ മനു യാത്ര പോവുകയാണ്. ആ സമയത്താണെങ്കിൽ രോഹിത്ത് മനു പോകുന്നതും നോക്കിയിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ആ ഒരു തൊടിയിലേക്ക്, ആ പറമ്പിലേക്ക് ഇങ്ങനെ മാറി ബൈക്ക് നിർത്തിയിട്ടതിന് ശേഷം അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു മനു പോയോ ഇല്ലേ എന്നുള്ളത്. മനു ആണെങ്കിൽ പോകുന്ന വഴി മൊബൈലിൽ എന്തോ ഒരു കാര്യം ചെയ്തിട്ടാട്ടോ പോകുന്നത്. മനു പോയതിന് ശേഷം അലീന മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനൊന്ന് ഉറങ്ങാൻ പോവാണ്, ഒന്ന് മയങ്ങട്ടെ മോളെ, നീ ഒന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറയുമ്പോൾ ശരി മുത്തശ്ശി മയങ്ങിക്കോ എന്ന് പറയാട്ടോ. അങ്ങനെ എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട് മുത്തശ്ശി, ഞാനത് തീർത്തിട്ട് വന്നോളാം എന്ന് പറയാണ് അലീന. അങ്ങനെ അലീന അവിടുത്തെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിക്കുട്ടിയുടെ ഫോൺ വരുന്നത്. രേവതിക്കുട്ടി ഇങ്ങനെ ഓരോ വിശേഷങ്ങളും അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലീനയോട് അവിടുത്തെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്. മാമച്ചായൻ്റെ അനിയനും ഭാര്യയും വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് അലീനയ്ക്ക് ഇങ്ങനെ തോന്നുന്നത്, പുറത്ത് ആരോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ, ഒരു നിഴൽ വന്നതുപോലെ തോന്നുക കേട്ടോ. അപ്പോൾ അലീന ചെന്നിട്ട് കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെ രോഹിത്ത് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ മനു പോയ ഉടനെ തന്നെ രോഹിത്ത് ഹരിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുവേട്ടൻ പോയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോര്, പക്ഷേ അലീനെ കാണാതെ സൂത്രത്തിൽ വേണം മുകളിലേക്ക് കയറി വരാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം രോഹിത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹരിയോടാണ് സംസാരിക്കുന്നത്, പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അലീന രോഹിത്തിനെ ഇങ്ങനെ കാണുകയാണ്. അപ്പം പിന്നെ രവതിക്കുട്ടിയോട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രവതിക്കുട്ടിയുടെ ഫോൺ കട്ട് ചെയ്യാണ്. ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അലീന പോയി ഡോറ് തുറക്കുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ ക്ലാസ് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല, സ്ട്രൈക്കാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അലീനയോട് രോഹിത്ത് പറയുന്നുണ്ട്, എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം വേണം, എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് താ എന്ന് പറയാണ് അലീനയോട്. അങ്ങനെ അലീന ശരി എന്ന്, അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് ഇവൻ്റെ ഈ ഒരു വെപ്രാളം, ഇവനൊരു പരവേശമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അലീന എന്താണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകും, ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് രവതിക്കുട്ടി വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ ചേച്ചി കട്ടാക്കി കളഞ്ഞത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, എനിക്ക് ചേച്ചിയോട് ഇത്തിരിയേറെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ മോളെ അപ്പോഴേക്ക് രോഹിത്ത് വന്നു, അതാണ് ഞാൻ കട്ട് ചെയ്തത്, അവന് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, ഞാൻ ഈ ലൈം ജ്യൂസ് ഒന്ന് അവൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ, അവൻ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി സൂക്ഷിക്കണേ, അന്ന് തന്നെ രോഹിത്തേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയില്ലേ, ചേച്ചി ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ശരി മോളെ ഞാൻ സൂക്ഷിച്ചോളാം, എനിക്കറിയാം അവൻ ഇനി അങ്ങനെയൊന്നും പെരുമാറത്തില്ല, അന്നത്തോട് കൂടിയിട്ട് അവനും മതിയായിട്ടുണ്ട്, എന്താണെങ്കിലും ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയണേ. ചേച്ചി രോഹിത്തേട്ടൻ്റെ റൂമിൽ നിന്ന് വന്നാൽ എന്നെ ഉടനെ തന്നെ ഒന്ന് വിളിക്കണം എന്ന് പറയണേ. അങ്ങനെ ശരി ഞാൻ വിളിച്ചോളാം എന്ന് പറയണം. പക്ഷെ അലീന ജ്യൂസ് ഉണ്ടാക്കാൻ പോയ സമയത്ത് രോഹിത്താണെങ്കിൽ ആരും കാണാതെ ഹരിയെ വീടിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് റൂമിലേക്ക് ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഹരി റൂമിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രോഹിത്ത് മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് അലീന ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആ ജ്യൂസും കൊണ്ട് ഹരിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്, രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അവിടെ വെച്ചേക്ക് എന്ന് പറയുകയാണ് രോഹിത്തും. അങ്ങനെ അവിടെ ജ്യൂസ് വെച്ചതിന് ശേഷം അലീനയ്ക്ക് എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അവൻ്റെ പെരുമാറ്റത്തിൽ. അങ്ങനെ അലീന അവിടെ നിന്ന് പോരുകയാണ്. പോന്നിട്ട് താഴേക്ക് എത്തണപ്പോൾ മുത്തശ്ശി ഉറങ്ങുകയാണല്ലോ, മുത്തശ്ശി ആ മരുന്നൊക്കെ കഴിച്ച ക്ഷീണത്തിൽ മുത്തശ്ശി ഇങ്ങനെ ഉറങ്ങുകയാണ്. അവൻ താഴെ എത്തി, അലീന താഴെ എത്തി. ആ സമയത്ത് തന്നെ രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി കുഴപ്പമൊന്നുമില്ല, ഞാൻ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്ത് വന്നു എന്നൊക്കെ പറയണേ. ചേച്ചി സൂക്ഷിക്കണം കേട്ടോ, ഈ രോഹിത്തേട്ടൻ പാവമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആ ഹരിശങ്കറിൻ്റെ കെണിയിൽ പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മോശമായിട്ട് ചെയ്തു കൂട്ടും എന്നൊക്കെ പറയണേ. ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണ് ഹരി ആ പോക്കറ്റിലുള്ള സാധനം എടുത്ത് രോഹിത്തിനെ കാണിച്ചു കൊടുക്കേണ്ടത്, ഇതാണ് ആ സാധനം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയും അത് അലീനയ്ക്ക് കൊടുക്കാനുള്ള ആ ജ്യൂസിൽ കലക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അത്രയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എടാ വല്ല കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, എടാ ഇനി അവൾ ഇവിടെ കിടന്നെങ്ങാനും ചത്തുപോവോ, എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, നീ ഒന്നും കണ്ടും പേടിക്കേണ്ട, ഒന്നും ഉണ്ടാവാൻ പോണില്ല എന്ന് പറയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരില്ല, ഏകദേശം 1.5 മണിക്കൂർ നേരത്തേക്ക് അവൾക്ക് ബോധമേ ഉണ്ടാവില്ല, ബോധം ഉണ്ടാവും, ഉള്ളിൽ ബോധം ഉണ്ടാവും, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷേ അവളുടെ കയ്യോ കാലോ നാവോ ഒന്നും ചലിപ്പിക്കാൻ
വിളിക്കാൻ പറ്റത്തില്ല, അത്രയും അവശതയായിരിക്കും അവൾക്ക് എന്ന് പറയണം. എടാ പിന്നീട് എനിക്ക് അതല്ലടാ പേടി, ഇനി എങ്ങാനും ഇവൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലോ എന്നൊക്കെ പറയുമ്പോൾ അതിനല്ലടാ ഈ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ എടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവളെങ്ങാനും ആരോടെങ്കിലും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അവൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കിയിട്ട് വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് ഈ ലോകം മുഴുവൻ കാണുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളത് ആരോടും പറയാനും പോകുന്നില്ല. മാത്രമല്ല പിന്നീട് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവൾ നമ്മളുടെ അടുത്തേക്ക് വരികയും ചെയ്യും എന്ന് പറയാണ് ഹരി. അതുകൂടെ കേട്ടപ്പോൾ രോഹിത്തിനും ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് കണക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ടാണ് നീ ഇതിന് ഇറങ്ങി തിരിച്ചേക്കുന്നതല്ലേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ പിന്നെ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ചുമ്മാ ഒന്നും ഞാനിങ്ങനെ ഒന്നിനും ഇറങ്ങി തിരിക്കത്തില്ല. എന്താണെങ്കിലും ഈ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് കലക്കാം, പക്ഷെ അതിന് മുൻപ് അതിൽ നിന്ന് ആദ്യം നീ ഇത്തിരി കുടിക്കുക എന്ന് പറയാട്ടോ. അതെന്തിനാ? എടാ നീ ഇത് കുടിച്ചിട്ട് ഇത് രുചിയില്ലാന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണം, എന്നിട്ട് അവളെ കൊണ്ട് കുടിപ്പിക്കണം, അതാണ് പ്ലാൻ എന്ന് പറയാണ് ഹരി. ഓ അങ്ങനെ, എന്നാൽ ഞാൻ ഇത്തിരി കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഹിത് കുടിക്കുകയാണേ. അങ്ങനെ രോഹിത് കുടിച്ചിട്ട് ഹരിയാണെങ്കിൽ ആ ടാബ്ലറ്റ് എടുത്തിട്ട് അത് അടപ്പ് തുറന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ ലൈം ജ്യൂസിൽ മിക്സ് ചെയ്യാണ്. അതിന് ശേഷം ആ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് മതി, ഇനി അവളുടെ എല്ലാ അഹങ്കാരവും ഇന്നത്തോടെ തീർക്കാൻ ഈ ഒറ്റ ഗ്ലാസ് ലൈം ജ്യൂസ് മതി എന്നിങ്ങനെ പറയാണ് രോഹിത്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കാം, നീ അവളെ വിളിക്കുക എന്ന് പറയണം. അതേസമയം രവതിക്കുട്ടിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു അലീന കേട്ടോ. അങ്ങനെ ആ സമയത്താണ് രോഹിത് വിളിക്കുന്നത്. അലീന എന്ന് വിളിക്കുക കേട്ടോ. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയണം. അങ്ങനെ അലീന രവതിക്കുട്ടിയോട് പറയുന്നുണ്ട് എന്തേ ഞാനിപ്പോൾ വരാം, രോഹിത് വിളിക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ചേച്ചി സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയണം രവതിക്കുട്ടി. അപ്പോൾ ശരി മോളെ എന്ന് പറയണം. അങ്ങനെ ചേച്ചി എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ മുകളിലേക്ക് കയറി പോകണം. മുകളിലേക്ക് കയറി പോകുമ്പോൾ രോഹിത് ഒച്ചെടുക്കുക കേട്ടോ. നീ എന്തോന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നേക്കണം, ഇതായിരുന്നു ലൈം ജ്യൂസ്, ഇത് കഴിച്ചിട്ട് വായിൽ വെക്കാൻ കൊള്ളത്തില്ല എന്ന് പറയാം കേട്ടോ. അതെന്താ അങ്ങനെ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ലതാണല്ലോ എന്ന് അലീന പറയുമ്പോൾ നീ കുടിച്ച് നോക്കിയോ? ഇല്ലല്ലോ, നീ അങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ടുതരും, ബാക്കിയുള്ളവർ അത് കുടിച്ചോളണം അല്ലേ എന്ന് പറഞ്ഞിട്ട് അവളോട് വഴക്കുണ്ടാക്കണേ. ഇതൊന്ന് കുടിച്ചു നോക്കാം അപ്പോഴറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാണ് രോഹിത്. അപ്പോൾ അലീനയ്ക്ക് അതിലങ്ങനെ ഒരു സംശയമേ തോന്നുന്നില്ല കേട്ടോ. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നു. ഹരി വീട്ടിലേക്ക് കയറിയതുപോലെ അവൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അലീനയെ നിർബന്ധിച്ച് അത് കുടിക്കാനായിട്ട് പറയണം. മര്യാദക്ക് ഇത് കുടിച്ചു നോക്കുക അപ്പോഴറിയാം ഇതിൻ്റെ ടേസ്റ്റ് നിനക്ക് എന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് അലീന കുടിക്കുക കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞതും അലീനയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു അലീന പറയുന്നുണ്ട് ഇതിനെന്താ വ്യത്യാസമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവന് ഒരു പ്രത്യേക തരം ചിരിക്കുന്നുണ്ട് കേട്ടോ രോഹിത്. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് എന്തോ സംശയം തോന്നുകയാണ്. അലീന നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇനി കുറച്ച് കഴിഞ്ഞാലേ നിനക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നില്ലേ, നിന്നെ ഞാനൊന്ന് വളയ്ക്കാൻ നോക്കിയെന്നും നിനക്ക് ഹരിയുടെ കൂടെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാനൊന്ന് മുട്ടാൻ നോക്കിയപ്പോഴാണ് നീ എന്നോട് ഭയങ്കര ജാട കാണിച്ചത്, ഇന്നിവിടെ നിൻ്റെ കഥ തീരുകയാണെന്ന് പറയട്ടോ. എന്താ രോഹിത് എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതേടി ഇപ്പം മുതൽ നിനക്ക് നിൻ്റെ കൈയും കാലും ഒക്കെ തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നിനക്കിനി ഒന്നിനും പറ്റത്തില്ല എന്ന് പറയട്ടോ. അപ്പോൾ അലീനയ്ക്ക് പേടിയാവാണ്. അലീന അപ്പോൾ അവൻ കാര്യം പറയണേ, ഇതിൽ ഞങ്ങളൊരു മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുവഴി നിനക്ക് നിൻ്റെ ശരീരം കൈയും കാലൊക്കെ 1.5 മണിക്കൂർ നേരത്തേക്ക് തളർന്നു പോകും, ആ നേരം കൊണ്ട് നിന്നെ എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാം എന്ന് പറയട്ടോ. ഞങ്ങളോ എന്ന് ചോദിക്കണം. അപ്പോൾ അവൾക്കാകെ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വരിക കേട്ടോ. എന്താ ഇവൻ ചെയ്ത്? അപ്പോൾ അവൾക്ക് ആകെ ഇങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയും തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അലീനയാണെങ്കിൽ രോഹിത്തിനെ പിടിച്ചടിക്കാൻ കേട്ടോ. നീ എന്താടാ ചെയ്തത്, നീ എത്ര വലിയ മഹാപാപാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ഹരി ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഹരിയെ കണ്ടതും അവൾ ആകെ ഞെട്ടിപ്പോവാണ്. ഹരി റൂമിലുണ്ടായിരുന്നു എന്നുള്ളത് അവൾക്ക് ആകെ ഷോക്കാവുകയാണ്. പെട്ടെന്ന് തന്നെ അലീന അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹരി വേഗം ചെന്ന് ഡോറ് കുറ്റിയിടുക കേട്ടോ. അങ്ങനെ ഡോറ് കുറ്റിയിടുകയാണ്. അവൾ വീണ്ടും ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അലീനയെ പിടിച്ച് തള്ളി മാറ്റുകയാണ് ഹരി. അതിനുശേഷം അലീനയുടെ നേരേക്ക് ചെല്ലുകയാണ് ഹരിയും രോഹിത്തും കൂടിയിട്ട്. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. രോഹിത്ത് ഞാൻ നിൻ്റെ ചേച്ചിയാണ്, നീ എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്, നീ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചേച്ചി വന്നേക്കുന്നു, നിൻ്റെ ചേച്ചി പദവി കുറച്ച് കൂടുതലാണ്, നീ അതുകൊണ്ടല്ലേ ഞാൻ അന്ന് റൂബിയും കൂട്ടിയിട്ട് വന്നപ്പോൾ നീ അച്ഛനെ വിളിച്ച് പറഞ്ഞത്, പിന്നെ നീ വലിയൊരു പുണ്യാളത്തി വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവളെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അത് മാത്രമല്ല അവളെ തല്ലുകയും ചെയ്യുന്നുണ്ട് രോഹിത്തിനെ തല്ലിയതിൻ്റെ ദേഷ്യം തീർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും അലീനയെ ഉപദ്രവിക്കാനായിട്ട്
കച്ച കെട്ടി ഇറങ്ങിയൊക്കെയാണ് ഹരിയും രോഹിത്തും കൂടിയിട്ട്. അപ്പോൾ താഴെയാണെങ്കിലും മുത്തശ്ശി നല്ല ഉറക്കാണ്, മുത്തശ്ശി ബഹളങ്ങളൊന്നും കേൾക്കുന്നില്ല. രേവതിക്കുട്ടിക്കാണെങ്കിൽ പിന്നീട് രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ രോഹിത്ത് വന്നു, രോഹിത്തിൻ്റെ റൂമിലേക്ക് പോയി ചേച്ചി പിന്നെ വിളിച്ചില്ലല്ലോ, എന്താ ഇത്രയും നേരമായിട്ടും വിളിക്കാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് രേവതിക്കുട്ടി ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ചേച്ചിയുടെ മൊബൈലിലേക്ക്, അലീനയുടെ മൊബൈലിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രേവതിക്കുട്ടി. പക്ഷേ അലീന ഫോൺ എടുക്കുന്നില്ല. അത് കണ്ടപ്പോൾ കൂടുതൽ ടെൻഷനാവുകയാണ്. അപ്പോൾ അലീനെ രേവതിക്കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മനുവിനെ വിളിക്കണം. മനുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മനുവേട്ടനെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും കേട്ടോ. അവളുടെ ഫോൺ ഏത് സമയം സ്വിച്ച് ഓഫ് ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചായിരുന്നു, അപ്പോൾ രോഹിത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. രോഹിത്തിന് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അതിനുശേഷം വീണ്ടും രോഹിത്ത് ഏട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ചേച്ചി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയട്ടോ. അതെന്താ അങ്ങനെയെന്ന് വിചാരിച്ച് മനു ആകെ ആശങ്കയിലാവുകയാണ്. അങ്ങനെ മനു ഞാൻ അന്വേഷിക്കാൻ, നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നീട് മനു വന്ന് രക്ഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സീനുകളൊക്കെ ആണ്. ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.